നമ്മുടെ പുള്ളിയുടെ സഹപ്രവർത്തനം അതിനൊരു ഡൗട്ട് വന്നു, അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പം അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ഒരു 10-15 പേരുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ 10ാം ക്ലാസ്സുകാർക്ക് നമ്മൾ ക്ലാസ് എടുക്കാറില്ല, കാരണം പബ്ലിക്കായിട്ട് പരീക്ഷ എഴുതുന്നതാണല്ലോ. അപ്പോൾ അടുത്ത കൊല്ലം വാന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഒരു പെൺകുട്ടീനെ ചേരാൻ വരുന്നു. നമ്മൾ ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നവരാണ് കൂടുതൽ നമ്മൾ. ഇപ്പോൾ നിങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ ഇടയിലാണെങ്കിലും ഈ താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെടാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ആ ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് വിദ്യാഭ്യാസത്തിലും അതെ. ഒരു അധ്യാപകൻ ആകേണ്ട ആളാണ് അധ്യാപകനാകേണ്ടത്. പോലീസ് ആരാ? One question I want to ask, writer. So generally we have seen cops, very bad cop, okay, or angry cop, or some sad cop. In this film we have seen the very good cop in the world. അല്ല, അതിൽ ഒരു റൈറ്റർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ യൂജിനും ഞാനും ഇതിൻ്റെ ഡയറക്ടർ യൂജിനും ഞാനും ചെറുപ്പം തൊട്ടേ പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ സ്കൂൾ സമയം തൊട്ടേ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ഹൈസ്കൂൾ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ട്യൂഷൻ എടുത്തിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ട്യൂഷന് രാവിലെ 6:30 അല്ലെങ്കിൽ വൈകുന്നേരം 5:30 ട്യൂഷന് പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് SI സെലക്ഷൻ കിട്ടിയ ആൾ പോയി. പിന്നീട് ഞങ്ങൾ 10ൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ പഠിപ്പിച്ച വിഷയം കണക്കിനോടുള്ള ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് വന്ന് ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ട് പോകും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇദ്ദേഹം യൂണിഫോമിലാണ് വരിക. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മാഷിനെ പിന്നീട് ഒരു പോലീസ് യൂണിഫോമിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വേറൊരു റെസ്പെക്റ്റാണ്. ആ റെസ്പെക്റ്റ് പിന്നീട് നമുക്കൊരു അഭിമാനമായി മാറണം. നമ്മളുടെ കണക്ക് സാറാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ SI അല്ലെങ്കിൽ CI. അന്ന് SI ആയിരുന്നു, SHO എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് CI ആക്കി മാറ്റി. അപ്പോൾ അത്തരം ഒരു നമ്മുടെ അധ്യാപകൻ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു കാവലായ SHO ആയി മാറുമ്പോൾ അവിടുത്തെ ക്രൈം റിപ്പോർട്ടിങ്, ഡൊമസ്റ്റിക് വയലൻസ് അടക്കം, വീട്ടിൽ നടക്കുന്ന വയലൻസ് അടക്കം കുട്ടികൾക്ക് ഒരു മടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി പറയാനുള്ള ഒരു ധൈര്യം വരുന്ന അവസ്ഥ വരുന്നുണ്ട്. നമ്മുടെ സിനിമയിലാണെങ്കിലും നമ്മുടെ അധ്യാപകനാണ് അവിടെ SHO ആയിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ ക്രൈം പറയാൻ മടിക്കണം? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഏതൊരു വളർന്നു വരുന്ന പൗരനും പോലീസ് സ്റ്റേഷൻ എന്നുള്ളതൊരു കയറി ചെല്ലാൻ പേടിക്കേണ്ട, അല്ലെങ്കിൽ കയറിയാൽ നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന സ്ഥലമല്ല. അതൊരു സർക്കാർ സ്ഥാപനമാണ്, നമ്മളെ സഹായിക്കാനിരിക്കുന്നവരാണ് അവിടെയുള്ള പോലീസുകാരെന്നുള്ള ബോധം ഒരു വിദ്യാർത്ഥികളിൽ വരുത്തിക്കുക എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഈ സിനിമയിലുണ്ട്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. ഷൈനോട് ഒരു ചോദ്യമാണ്. അന്ന് കൊച്ചിയിലെ ഹോട്ടൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സൂത്രവാക്യം ഹോട്ടലിൽ അല്ല, അവർ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. This is about the film. അല്ല, ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയണ വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് ഷൈൻ നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. അല്ല, ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. പോലീസ് വർഷങ്ങൾ പലതാണ് ചെയ്യുന്നത്. സൂത്രവാക്യത്തിലെ പോലീസ് താങ്കൾക്ക് എത്രമാത്രം ഇഷ്ടമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 10 പോലീസ് ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ 10 വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന്. ചില പടങ്ങളിൽ അത് ഡയറക്ടർ നമ്മളെ മോൾഡ് ചെയ്തെടുക്കും, ചില പടങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ്. ചിലതിൽ കഥയിൽ ഓൾറെഡി ഉണ്ടാവുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും, അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇതിൽ ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണത്. ഞാൻ ഒരിക്കലും ഇപ്പൊ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അപ്പോൾ നമ്മള് സാധാരണ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിൽ നിന്ന് വളരെ മിതമായിട്ട് സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത്. ഞാൻ ഉണ്ടയിൽ ചെയ്തിരുന്ന കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന ക്യാമ്പിൽ നിന്ന് പോകുന്ന പോലീസുകാരനായിരുന്നു.
ക്രിസ്റ്റഫറിൽ കുറച്ചും കൂടിയും നെഗറ്റീവ് ഷെയ്ഡുള്ള, കുറച്ച് തമാശയൊക്കെ പറയുന്ന, ഫണ്ണി ആയിട്ടുള്ള, എന്നാൽ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ള ഒരു പോലീസുകാരനായിരുന്നു. തല്ലുമാലയിലാണെങ്കിൽ കുറച്ച് ഇടിയും ബഹളവും ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു. ഇതാണെങ്കിൽ പിള്ളേർ ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പിള്ളേരോട് ഭയങ്കര സൗമ്യമായിട്ട്. ഇപ്പം ടീച്ചർ വന്നിട്ട് വിൻസിയുടെ ക്യാരക്ടർ ഒരു സ്കൂളിലെ ടീച്ചറാണ് കണക്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ പിള്ളേർ വരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പരാതി പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, പിള്ളേരല്ലേ, ചെറുപ്പക്കാരല്ലേ, അപ്പോൾ ഒരു നാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവുന്നുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യസ്തത. പിന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ നടക്കുകയായിരുന്നില്ല, ആക്ച്വലി ചാട്ടവും ഓട്ടവും ഒക്കെ ആയിരുന്നു. അല്ല, ഹലോ, കൊച്ചിയിലെ ഹോട്ടൽ വിൻസിയുടെ കഥാപാത്രങ്ങൾ പല സിനിമയിലും വെറൈറ്റി കഥാപാത്രം. ഈ ടീച്ചർ എന്നൊരു കഥാപാത്രം ഇത് ചെയ്തിട്ടുണ്ട്. ഇല്ല, ടീച്ചർ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ആഡിൽ ചെയ്തിട്ടുണ്ട്, റോണി ചേട്ടനായിട്ടുള്ള ഒരു ആഡിൽ ചെയ്തിട്ടുണ്ട്. ആ, പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അമ്മ ടീച്ചറല്ലേ? അമ്മയും ടീച്ചറാണ്. അമ്മയും ടീച്ചറല്ലേ? ആ, എൻ്റെ അനിയത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് LKG-ല്, UKG-ലാണോ വിജയമാതയില്. അമ്മയുടെ രണ്ടുപേരും അമ്മമാരും ടീച്ചറാണ്. അപ്പൊ ഈ ഒരു കഥാപാത്രത്തിൽ സ്വന്തം അമ്മ എത്രമാത്രം ഇൻവോൾവ് ആയിട്ടുണ്ട് ടീച്ചർ എന്നതിൽ? ഇല്ല, അതിൽ ഇൻവോൾവ് ആയിട്ടില്ല. കാരണം അമ്മ കുറച്ചും കൂടെ മറ്റിങ്ങനെ ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. ഇപ്പം ഭയങ്കര സോഫ്റ്റാണ്, പക്ഷെ ആയിരുന്നു. പക്ഷെ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല. ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല, മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടും കയറുന്നില്ല. പകരം സാറിൻ്റെ അവിടേക്കാണ് കുട്ടികൾ ഓടുന്നത്. അതിൻ്റെ ഒരു വിഷമം എന്നേ ഉള്ളൂ. ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ്. ഈ മക്കളെ കുറച്ച് അടിച്ചു ഒരു ടീച്ചറാണ് ഞാൻ കണ്ടിടത്തോളം. എനിക്ക് കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. പഠിക്കാത്തതിനുള്ള കുരുത്തക്കേട് കാണിക്കുന്നതന്നെയാണ്. ലെവിൻ കെ വിജയൻ ചേരുന്നു. ഇപ്പോൾ ലെവിൻ, സൂത്രവാക്യം സിനിമയുടെ താരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. അതിൽ ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും ഒക്കെ ഒരുമിച്ച് ഒരു പ്രസ് മീറ്റിന് എത്തുന്നു എന്ന പ്രത്യേകത. ഷൈൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ എത്തുന്നത് എന്നുള്ള പ്രത്യേകത ഒക്കെ ഉണ്ട്. എന്തൊക്കെ ചോദ്യങ്ങളാണ് അവർ അവിടെ നേരിടുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഈ വിവാദങ്ങൾക്ക് ശേഷം നടൻ ഷൈൻ ടോം ചാക്കോയും നടി വിൻസി അലോഷ്യസും ഒരുമിച്ച് ഒരു വേദിയിൽ പങ്കെടുക്കുന്ന ചടങ്ങ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സൂത്രവാക്യം സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനത്തിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. ചടങ്ങിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നേരിട്ട് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ഇരുവരും സംസാരിക്കുകയുണ്ടായി. വിൻസി ഉന്നയിച്ച ആരോപണങ്ങൾ നമുക്കറിയാവുന്നതാണ്. നടന്റെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം തനിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള ആരോപണം വിൻസി ഉന്നയിക്കുകയും പിന്നീട് നടനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തുകയും അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരന്തങ്ങളും വിൻസിയോട് ഇതിനെ തുടർന്ന് പരസ്യമായി മാപ്പ് പറയുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ. എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് വിൻസിയോട് പറഞ്ഞു. ഒന്നും മനഃപൂർവ്വമായി ചെയ്തതല്ല, പല വാക്കുകളും തമാശയായി പറഞ്ഞതാണ് എന്നുള്ളതായിരുന്നു ഷൈൻ ഇതുമായി ബന്ധപ്പെടുത്തി വിൻസിയോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ സംസാരിച്ചത്. മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. വിൻസി അതിനോട് പ്രതികരിച്ചത് താൻ ആരാധിച്ച വ്യക്തിയിൽ ഉണ്ടായതുകൊണ്ട് പരാതിയുമായി എത്തിയതെന്നും ഷൈനോട് ബഹുമാനം മാത്രമാണെന്നും പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും വിശദീകരിക്കുകയാണ്. ഏതായാലും രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായിട്ട് വേണം ഇതിനെ നമുക്ക് കാണാൻ. അവർ ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.